ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 57 റിവ്യൂ ആണ്. വലിയ കാര്യമായിട്ടുള്ള സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ എപ്പിസോഡിൽ. ഒരു 2-3 ആൾക്കാരും കൂടെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഭംഗിക്ക് എവിക്റ്റ് ആക്കായിരുന്നു. ഈ എവിക്റ്റ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം, എപ്പിസോഡുകളുടെ എണ്ണം ബസ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇനി ഒരു 10-20 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രമേ നോർമൽ മോഡിൽ എവിക്ഷൻ പ്രൊസീജിയർ നടക്കത്തുള്ളൂ. അവസാനം ഒരു ടോപ്പ് 5 ഒക്കെ വരേണ്ടതുണ്ടല്ലോ. അല്ലെങ്കിൽ അത്രയധികം ആളുകൾ ഒന്നിച്ച് ഇങ്ങനെ പറഞ്ഞു വിടേണ്ടി വരും. കുറേയധികം ആളുകൾ വെറുതെ നിൽക്കുകയാണ്. ഈ ഹിന്ദി ബിഗ് ബോസിലും അതേപോലെ തന്നെ തമിഴ് ബിഗ് ബോസിലാണോ അങ്ങനെ എങ്ങാണ്ട് 20 ദിവസം കൂട്ടി എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ചിലപ്പോൾ കൂട്ടുമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്? എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഐഡിയ ഇല്ല. രതീഷ് 2 തവണ എവിക്റ്റായി. ഒരു തവണ എവിക്റ്റായി, അതിൻ്റെ നന്ദി പ്രകാശനം പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞാണ്. ഇപ്പോൾ രണ്ടാമത്തെ തവണ വീണ്ടും എവിക്റ്റ് ആവുന്നു. ഇന്ന് എവിക്ഷൻ പ്രൊസീജിയറിൽ രതീഷിനെ എവിക്റ്റ് ആക്കി എന്നുള്ള ഒരു ക്യൂ കാർഡാണ് കണ്ടസ്റ്റൻസ് ഉയർത്തി കാണിച്ചത്. രതീഷ് എവിക്റ്റ് ആവുന്ന സമയത്ത് ജിൻഡോ കരഞ്ഞു, വല്ലാതെ കരഞ്ഞു. ജിൻഡോ കരഞ്ഞതായതുകൊണ്ട് അതിനകത്ത് ഡ്രാമയൊന്നും നമുക്ക് ആരോപിക്കാൻ പറ്റത്തില്ല. ജിൻഡോ അങ്ങനെ അഭിനയിക്കുന്ന ഒരു വ്യക്തിയല്ല. ഇനിയിപ്പം അഭിനയിച്ചേനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രതീഷ് ഇവിടെ ഗെയിമറായിട്ട് തുടരുകയാണെന്ന് ലാലേട്ടൻ അനൗൺസ് ചെയ്യുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വീക്കിൽ അഭിനയിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ച അങ്ങനെ അഭിനയിച്ചിരുന്നു. രതീഷ് ഒരു ഗെയിമറായിട്ട് വരുന്ന സമയത്ത് ഈഗോ വർക്കായിട്ട് താല്പര്യമില്ലാത്ത പോലെയൊക്കെ അഭിനയിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതൊരു പ്രാങ്കായിട്ട് എടുത്താൽ മതി. അല്ലാതെ രതീഷിനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ആ കരച്ചിൽ അഭിനയമാണെന്നൊന്നും പറയരുത്. അത് നമ്മൾ ആരാധകർക്ക് വലിയ പ്രശ്നമുള്ള ഒരു സംഗതിയാണ്. പിന്നീട് എപ്പിസോഡിൽ പ്രധാനപ്പെട്ടതായി ഉണ്ടായിരുന്നത് ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, മറ്റേ പഴന്തുണി കോലങ്ങൾ. റോളക്സ്, ഇക്രു, എലി, അതേപോലെ തന്നെ ജാൻ. അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്ത കുറച്ച് സംഭവങ്ങളെ കുറിച്ചിട്ട് ഓർത്തെടുക്കുകയുണ്ടായി. ആ ഒരു ഗെയിമിനെ കുറിച്ച് ഓർത്തെടുക്കുകയുണ്ടായി. അപ്പോൾ ആ ഗെയിം ബലൂൺ പൊട്ടിക്കുക എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇക്രു എന്ന് പറയുന്ന ഗസ്റ്റിനെ സിജോയും അർജുനും ഒക്കെ സ്മോക്കിംഗ് ഏരിയയിലാണ് ഒളിപ്പിച്ചത്. അപ്പോൾ അതൊരു റൂമാണോ, അവിടെ ഒളിപ്പിക്കാവോ എന്നുള്ളൊരു ചോദ്യമൊക്കെ വന്നു. ഏതായാലും അവർ കുറച്ചധികം നേരം സർവൈവ് ചെയ്തു. പക്ഷേ നന്ദന വന്നിട്ട് അത് പൊട്ടിച്ചു. ഈ ജിൻഡോയുടെയും ജാസ്മിൻ്റെ ഒക്കെ ടീമിൽ നമ്മൾ കണ്ടതാണ്, ശ്രീധുവിൻ്റെ ഒക്കെ ആ ഒരു ടീമിൽ നമ്മൾ കണ്ടതാണ് ഐക്യമില്ലായ്മ. ജിൻഡോ വേറെ ആൾക്കാരുടേത് പൊട്ടിക്കാൻ പോയ സമയത്ത്, പുറത്തേക്ക് പോയ സമയത്ത് ജാസ്മിൻ്റെ ഒക്കെ ആ ഒരു പാവെ നന്ദനയല്ലോ അപ്സരയെങ്ങാണ്ട് വന്ന് ആക്രമിച്ച് പൊട്ടിക്കുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ മറ്റുള്ള ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്, ശ്രീധുവും ജാസ്മിനും. ഒരു നിലവാരമില്ലാത്തൊരു ഡൗട്ടാണ്. ജിൻഡോ ഭയങ്കര ഗെയിമറാണ്, താനത് കണ്ടുപിടിച്ച ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ അഭിമാനത്തോടെ പലയിടത്തും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. ജിൻഡോ ഒരു ഇൻഡിവിജ്വൽ ഗെയിമറാണ്, അതൊരു നല്ല ക്വാളിറ്റി തന്നെയാണ്. പക്ഷെ ഒരു നല്ല ടീം പ്ലെയർ അല്ല. എല്ലാം ഒറ്റയ്ക്ക് ഉണ്ടാക്കണം എന്ന് പറയുന്ന ഒരു ചിന്താഗതിക്കാരനാണ് ജിൻഡോ. അതേപോലെ ജിൻഡോയുടെ ഗെയിമിലെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. ജിൻഡോയ്ക്ക് തൻ്റെ ടീമിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ പുറത്ത് തനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതോ ആയിട്ടുള്ള ആണുങ്ങളെ തീരെ പറ്റില്ല. പുള്ളിക്ക് ഭയങ്കര പ്രശ്നമാണ്. പെണ്ണുങ്ങൾ പിന്നെ പവർ ഇല്ലാത്ത ആളുകളാണ്, അതിനകത്ത് പ്രത്യേകിച്ച് പുള്ളിക്ക് വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആണുങ്ങൾ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈഗോ വർക്കൗട്ട് ആവും. അല്ലെങ്കിൽ റാൻ മോളിൽ നിൽക്കുന്ന ജിൻഡോ വലിയവനാണ് എന്ന് പറയുന്ന രതീഷിനെ പോലുള്ള ആൾക്കാരായിരിക്കണം. സായി പവറുള്ള പേരിട്ട് വിളിച്ച റോളക്സ് സായിക്കെതിരെ തിരിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. റോളക്സ് പറഞ്ഞു, പവർ ടീമിന് ഒരു പവറും ഇല്ല, അവരെന്നെ സംരക്ഷിച്ചില്ല, പവർ ടീം ആയതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്, നടന്നില്ല എന്നൊക്കെ പറയുകയുണ്ടായി. ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷം ഏറ്റവും നന്നായി ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്ത നെസ്റ്റിന് ഒരു ഉപഹാരം ബിഗ് ബോസ് കൊടുക്കുകയുണ്ടായി. നല്ല രസമുള്ള ഒരു സംഭവമായിരുന്നു. ഇതിനുശേഷം പ്രേതാനുഭവങ്ങൾ പറയുന്ന സംഭവങ്ങളായിരുന്നു. ശ്രീരേഖയും ശരണിയും അവരുടെ ചില തോന്നലുകളെ കുറിച്ചിട്ട് അവിടെ പറയുകയുണ്ടായി. ഇതിനുശേഷം ഒരാവശ്യമില്ലാത്ത ഒരു മണിച്ചിത്രത്താഴ് ടാസ്ക്. അതെന്ത് ടാസ്ക്കാണ്? മറ്റേ താക്കോൽ അവിടെ ഇവിടെ ഒളിപ്പിച്ചിട്ടിരിക്കുന്നു, പൂട്ട് തുറന്നെടുക്കണം. ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് നോക്കി. ആൾക്കാർ പോയി താക്കോൽ തപ്പുന്നു, അവരെ പുറത്തു കൊണ്ടിരുന്നു. സമയം പോകാനുള്ള ഒരു ഫില്ലറായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. മികച്ച ഒരു ഗെയിം കളിച്ചു, എന്നെങ്കിൽ കുറച്ച് തള്ളിയേക്കാമെന്ന് വിചാരിച്ച് ജിൻഡോ ചില കാര്യങ്ങൾ പറയുകയും ടീമിലുള്ള ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ചെയ്ത ഒരു ദയനീയ കാഴ്ച അവിടെ കാണാനായിട്ട് സാധിച്ചു. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റേ ലാലേട്ടൻ പറഞ്ഞ് അവരറിഞ്ഞത് ആ ഒരു ഗ്രൂപ്പിലുള്ള ശ്രീധുവിനോടും ജാസ്മിനോടും ജിൻഡോയ്ക്കുള്ള ഒരു എതിർപ്പിനെ കുറിച്ചിട്ടാണ്. അതേപോലെ ജാസ്മിൻ ആൻഡ് ശ്രീധു മറ്റ് ടീമുകൾക്ക് വേണ്ടി കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഗെയിമേഴ്സ് ആയിട്ടുള്ള അവർക്കത് ഭയങ്കര ഷെയിമാണ്. അത് അവരെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീക്കിൽ നടന്ന കുറേയധികം കാര്യങ്ങൾ ഓർത്തെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പരിപാടി. ഞാൻ എല്ലാത്തിനെ കുറിച്ചും പറയുന്നില്ല. പൂവാലനായിട്ട് അർജുൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നു. അപ്പോൾ ഒരു പൂവാലൻ പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്തു. അർജുൻ പൂവാലനായിട്ട് മാറി. അതേപോലെ തന്നെ ഋഷി, ജിൻഡോ, അങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെ പെർഫോം ചെയ്തു. ഇതിനുശേഷം പ്രധാനപ്പെട്ടതായ ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് സംസാരിക്കേണ്ടതായിരുന്നു. ജിൻഡോ ആൻഡ് നോറ കൈകൾ തമ്മിൽ ബന്ധിച്ച് നടക്കണമെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ കൈകെട്ടി നടന്നപ്പോൾ ഒട്ടും രസം ഉണ്ടായിരുന്നില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നത്തിലായിരുന്നു.
ജിൻഡോയുടെ ആ ഒരു ഗെയിം നോറയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. നോറ അവിടെ സിമ്പതി ഇമോഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നു. മറ്റേ ഇരയാവൽ പരിപാടിയൊക്കെ നടത്തുന്നു, കയ്യിൽ മുറുകുന്നു, വേദനിക്കുന്നു എന്നൊക്കെ പറയുന്നു. ജിൻഡോ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫണ്ണായിട്ട് ചെയ്യാൻ നോക്കിയിട്ട് അവസാനം നോറയോടുള്ള ഒരു ദേഷ്യപ്രകടനമായിപ്പോയി. അപ്പം നോറ അത് ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അതിനകത്ത് ഒരു കാര്യമില്ല. നോറ ഭയങ്കരമായിട്ട് ഫേക്ക് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. നോറ അവിടെയും ഒരു സിഗരറ്റ് കഥയൊക്കെ പറയുന്നുണ്ട്. ജിൻഡോ സിഗരറ്റ് വലിക്കാൻ പോവാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് കേട്ട ആളുകൾക്ക് തന്നെ അറിയാം അത് ചുമ്മാ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നതെന്നുള്ളത്. അത് വലിയൊരു സംഭവമായിട്ട് നോറ അന്നും ഇന്നും പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ജിൻഡോ സിഗരറ്റ് വലിക്കില്ല, നമുക്കറിയാമല്ലോ. പുള്ളി നല്ല മൂളയുള്ള ഒരു ഗെയിമറാണ്, ക്രൂക്ക്ഡ് ഗെയിമറാണ്. പുള്ളി വെയിലത്ത് പോയി എന്നുള്ളത് ഓക്കെയാണ്. അവിടെയും ജിൻഡോയ്ക്ക് ഒരു ന്യായമുണ്ട്. ജിൻഡോ പറയുന്ന ഒരു കാര്യമുണ്ട്, അരമണിക്കൂറിൽ കൂടുതലൊക്കെ ടാസ്കിന് വേണ്ടി വെയിലത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ജിൻഡോ പോയി ബാക്കിയുള്ള ആളുകൾ ജിൻഡോയുടെ അടുത്തേക്ക് വന്നു. അതും ജിൻഡോയുടെ ഒരു ഗെയിമാണ്. അത് നോറയ്ക്ക് വളരെ ഫണ്ണായിട്ട് വേറെ ഒരു രീതി ചെയ്യായിരുന്നു. നോറയ്ക്ക് ആ ഒരു കയറിൻ്റെ പവർ ഏറ്റെടുക്കായിരുന്നു. നോറ അത് ചെയ്തില്ല. നോറ അവിടെ വിക്ടിം ഗെയിം ഇറക്കി കളിച്ചു. ഏതായാലും അതിനെക്കുറിച്ച് സംസാരിച്ചു. വലിയ തീർപ്പും കാര്യങ്ങളൊന്നുമില്ല. നോറ അവിടെയും ഇമോഷണലായി. രതീഷ് പറഞ്ഞത് നോറയുടെ കൂടപ്പുറപ്പാണ് ആ ഒരു സങ്കടം എന്നുള്ളതാണ്. ആയിരിക്കും. ഇതിനോടൊപ്പം പുതിയ ക്യാപ്റ്റനായിട്ടുള്ള ഋഷിക്ക് പഴയ ക്യാപ്റ്റന്മാർ ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഋഷി പറഞ്ഞു, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതാണ് ആളുകൾ പിടിക്കുക. വൻ നെഗറ്റീവായിരുന്നു. അതേപോലെ പിന്നീട് ജിൻഡോ അത് റസ്മിനെതിരെയാണ് കൊടുക്കുന്നത്. നോറ ചില കാര്യങ്ങൾ പറയുന്നു. ആ ഒരു നെഗറ്റീവ് വൈബിൽ നിന്ന് കുറച്ച് വ്യത്യാസം എനിക്ക് തോന്നിയത് ജാസ്മിൻ ഋഷിയോട് പറഞ്ഞാണ്. ഇപ്പം സോഫ്റ്റായിട്ട് പെരുമാറിയാലും അവർ പറയും കൊള്ളത്തില്ലാത്ത ക്യാപ്റ്റനാണ് എന്നുള്ളത്. ദേഷ്യപ്പെട്ടാൽ ക്രൂവലാണ് എന്ന് പറയും. അതുകൊണ്ട് നീ നിനക്ക് തോന്നുന്ന പോലെ ചെയ്യുക. അതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഉപദേശമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നീട് എവിക്ഷൻ നാടകമായിരുന്നു. നാടകം തന്നെ, അല്ലാതെ എന്തുവാണ് അതിനകത്ത്. അഭിഷേക്, സിജോ, നോറ, അർജുൻ, ജിൻഡോ എന്നിവർ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എവിക്റ്റ് ആയിട്ടുള്ള ആളുകളുടെ പേര് ക്യൂ കാർഡിലുണ്ട്. അപ്പോൾ അവർ ക്യൂ കാർഡ് തുറക്കുന്നു. രതീഷ് എവിക്റ്റഡ്. എന്തിനാണിത് നമ്മളെ കാണിക്കുന്നത്? എനിക്കത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. പിന്നെ അതിനകത്തൊരു നല്ല സെഗ്മെൻ്റ് ഉണ്ടായിരുന്നു. അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രതീഷ് ഹൗസിനകത്തേക്ക് പോയിട്ട് കണ്ട ഗെയിമേഴ്സിൻ്റെ ഒരു അനാലിസിസ് പറയുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് ശ്രീധുവിൻ്റെയും നോറയുടെയൊക്കെ ഗെയിം നല്ല രീതിയിൽ ഉയർന്നു എന്നുള്ളത് രതീഷ് പറയുന്നുണ്ട്. ജിൻഡോ ഒരു കിഡിലൻ ഗെയിമറാണ് എന്ന് രതീഷ് അഭിപ്രായപ്പെടുന്നുണ്ട്. അൻസിബയുടെ ഒരു ഗെയിമിനെ കുറിച്ചിട്ടും പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്. പിന്നെ രതീഷ് പറഞ്ഞതിനകത്ത് എനിക്ക് അത്ര യോജിക്കാൻ പറ്റാത്തൊരു സംഗതി, ഹൗസ് മേറ്റ്സ് എല്ലാവരും ജിൻഡോ ഒരു മണ്ടനായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമല്ല. എല്ലാവർക്കും നല്ല ഐഡിയ ഉണ്ട് ജിൻഡോ ഏത് തരത്തിലുള്ള ഗെയിമറാണ് എന്നുള്ളത്. അത് എപ്പോഴും അവർ മോർണിംഗ് ആക്ടിവിറ്റിയിലെല്ലാം പറയുന്ന ഒരു കാര്യമാണ്. ജിൻഡോ ഇങ്ങനെ അഭിനയിച്ചിട്ട് കളിക്കുന്ന കളി ഏതാണ് എന്നുള്ളത് അവർ കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇവിടെ എല്ലാം ഫ്രീസായിട്ടിരിക്കുന്ന ജാസ്മിനെയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ക്യാമറ അതിങ്ങനെ സൂം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ, ജാസ്മിൻ ഗെയിമിൻ്റെ സമയത്ത് ഗെയിമറും അല്ലാത്ത സമയത്ത് ഇമോഷൻസ് ക്യാമറയ്ക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതായാലും രതീഷ് എവിക്റ്റ് ആയതിനു ശേഷം ചില്ലറ മോഷണങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഓർത്തെടുക്കലുണ്ടായിരുന്നു. അപ്സര, അതേപോലെ തന്നെ അർജുൻ, ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ മോട്ടിച്ചിട്ടുണ്ട്. നോറ, ശരണ്യ മാത്രം മോട്ടിച്ചിട്ടില്ല എന്ന് ശരണ്യ അഭിമാനത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അവസാനിപ്പിച്ച ഒരു എപ്പിസോഡ്. നാളെ മുതൽ പുതിയ ഗെയിം കാണാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഗബ്രി പോയി കഴിഞ്ഞാൽ ഉറപ്പായും ഗെയിം മാറും എന്നുള്ള പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നാളെ മുതലുള്ള ഗെയിം എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഈ എവിക്ഷനിൽ ഒരാൾ മാത്രം പോകുന്നതിൻ്റെ ആ ഒരു നിരാശ എനിക്കുണ്ട്. 2-3 പേരൊക്കെ പോയാൽ ആ ഗെയിം അങ്ങോട്ട് മാറത്തുള്ളൂ. ഗബ്രി ഒരു അൺഎക്സ്പെക്റ്റഡ് എവിക്ഷനാണ്. പക്ഷേ അങ്ങനെ ഒരു ഗെയിമർ ഹൗസിൽ നിന്ന് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഹൗസിൽ ഉണ്ടാവേണ്ട ഒരു ടെൻഷൻ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇവർക്ക് ആർക്കും അവിടെ ഒരു ഗെയിമിനെ കുറിച്ച് ഐഡിയ ഇല്ല. ഇപ്പം ഭയങ്കര ടൈറ്റായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഗെയിമാണെന്നുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാൾ പുറത്ത് പോകുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾ ടെൻസ്ഡ് ആവും. ഇവിടെ അങ്ങനെ ടെൻസ്ഡ് ആവേണ്ട ആവശ്യം അവർക്കില്ല. കാരണം എങ്ങനെയെങ്കിലും പവർ റൂമിലേക്ക് തള്ളിക്കയറിയാൽ മതി. അതേപോലെ തന്നെ ഇവരെല്ലാവരും വിചാരിക്കുന്നത് എല്ലാ ആൾക്കാരും ഒരേ തരത്തിലുള്ള ഗെയിമേഴ്സ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ജിൻഡോയുടെ കാര്യത്തിൽ മാത്രം ചിലർക്ക് ജിൻഡോ ഒരു വലിയ ഗെയിമറാണ് എന്ന ചിന്തയുണ്ട്. എല്ലാ ആൾക്കാർക്കും ആ ഒരു വലിയ കോമ്പറ്റീഷൻ മൈൻഡ് ഒന്നുമില്ല തമ്മിൽ. ഇവരൊരു മികച്ച ഗെയിമറാണ്, ഇവൻ നമുക്ക് എതിരെ, അങ്ങനെയൊന്നുമില്ല. പേടിയൊന്നുമില്ല. വലിയ കുഴപ്പമില്ലാതെ ഇതുവരെ എത്തി. ഇനിയും കുറേ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കോളും. എന്താണെങ്കിലും രക്ഷപ്പെട്ടു എന്ന് പറയുന്ന മൈൻഡിലാണ് അവിടെ നിൽക്കുന്നത്. എവിക്ഷൻ പേടി ഇല്ലാത്ത ഒരു സീസണായിപ്പോയി സീസൺ 6. നന്ദി.